നമുക്കൊരു അതിഥിയുണ്ട്. നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് സൂചിപ്പിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ ചരിത്ര നേട്ടത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെ ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനോടൊപ്പം ചേരുകയാണ്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷമുള്ളൊരു നേട്ടം, അത് മറ്റു എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന രീതിയിൽ കൈവരിച്ച ആ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ആണ് അങ്ങിപ്പോൾ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്, പ്രേക്ഷകർക്കൊപ്പം ഉള്ളത്. പ്രത്യേകിച്ച് 2022 റാങ്കിംഗ് ആണ്, അതിൽ തന്നെ ഒന്നാമതെത്തിയിരിക്കുന്നു. 2 വർഷത്തെ ചരിത്രം പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ 28ാം സ്ഥാനത്ത് കിടന്ന സംസ്ഥാനമാണ്. അവിടെ നിന്ന് പടിപടിയായ ഒരു ഉയർച്ചയല്ല, ഒരൊറ്റ കുതിപ്പായിരുന്നു, വളരെ മികച്ച ഒരു ജമ്പായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് വ്യവസായ മന്ത്രിക്ക് ഈ ഒരു നേട്ടത്തെക്കുറിച്ച്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം റാങ്ക് നേട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്? ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത്. കാരണം ഏറ്റവും നല്ല പ്രതിച്ഛായ പല മേഖലകളിലും ലോകത്തിൻ്റെ മുൻപിൽ തന്നെ കേരളത്തിനുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം. എന്നാൽ വ്യവസായം ചോദിച്ചാൽ അതിന് ഒട്ടും പറ്റുന്ന നാടല്ല കേരളം എന്നൊരു മോശം പ്രതിച്ഛായയായിരുന്നു വ്യവസായ മേഖലയെ സംബന്ധിച്ച് പൊതുവെ നിലനിന്നിരുന്നത്. പലതും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പോലും അത്തരമൊരു പ്രിസംഷനാണ് പൊതുവെ സമൂഹത്തിൽ കേരളത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അഭിമാനകരമായ രൂപത്തിൽ രാജ്യത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് വ്യവസായ സൗഹൃദത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതൊരു ടീം വർക്കിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. എല്ലാ വകുപ്പുകളുടെ ഏകോപനം, നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. ഞങ്ങൾ ഈ വർഷം 10-നുള്ളിലേക്ക് എത്തുക എന്നാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ എത്ര മുന്നേറ്റം നടത്തിയാലും ആപേക്ഷികമായിട്ടാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളും പഴയതിനേക്കാളും മെച്ചപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ മുന്നോട്ട് വരുമ്പോഴും അവരെ മറികടക്കുക എന്നുള്ള അത്ര എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 എന്ന് ലക്ഷ്യം വയ്ക്കുമ്പോൾ തന്നെ 10-നുള്ളിലേക്ക് എത്തുക എന്നതാണ് പ്രധാനമായിട്ടും കണ്ടിരുന്നത്. പക്ഷേ 1ലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക, ബാക്കി മറ്റ് സംസ്ഥാനങ്ങളുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെ ഏകോപനമുണ്ടായി, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ ഏകോപനമുണ്ടായി. ഞങ്ങൾ വ്യവസായ വകുപ്പ് എല്ലാ മാസവും ഇത് സംബന്ധിച്ചുള്ള റിവ്യൂ, സെക്രട്ടറി തലത്തിൽ ആഴ്ചകളിൽ റിവ്യൂ നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. 2021 നോക്കുമ്പോൾ 28ാം സ്ഥാനത്തായിരുന്നു. 21-22 നമ്മുടെ പരിഷ്കാരങ്ങളുടെ നടപടികളുടെ എല്ലാം ഭാഗമായി നമുക്ക് 15ലേക്ക് എത്തി. അതൊരു ആസ്പിരൻസാണ്, മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുന്ന പട്ടികയിലാണ് നമ്മൾ ഉൾപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് ഈ വർഷം ടോപ്പ് അച്ചീവേഴ്സിലായി. ടോപ്പ് അച്ചീവർ ആവുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ ടോപ്പ് അച്ചീവറിൽ അവിടെ പല സംസ്ഥാനങ്ങളും പറഞ്ഞ് ഞങ്ങൾ തന്നെ കുറേ പാന്തരയ്ക്ക് ഇത് തുടങ്ങിയ കാലം മുതൽ 1ാം സ്ഥാനത്തുള്ളതാണ്. അപ്പോൾ നേരെ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഫസ്റ്റ് കേരളമാണ്. ഈ ടോപ്പ് അച്ചീവേഴ്സിൽ 9 എണ്ണത്തിൽ ടോപ്പായി നിൽക്കുന്നത് കേരളമാണ് എന്ന് പറഞ്ഞ് കേരളത്തെയാണ് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ 1ാം സ്ഥാനം എന്ന മട്ടിൽ തന്നെ നമുക്ക് അംഗീകാരം നൽകിയത്. ആന്ധ്ര 5 എണ്ണത്തിലാണ് ടോപ്പായത്, ഗുജറാത്ത് 3 എണ്ണത്തിലാണ്. അപ്പോൾ നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഈ സന്ദർഭം നമുക്ക് ഒന്നായി വിനിയോഗിക്കാം. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും നമുക്ക് ഈ നേട്ടത്തെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചിട്ടയായ പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട് എന്ന് അങ്ങിപ്പോൾ സൂചിപ്പിച്ചു. അതിന് വളരെ കൃത്യമായൊരു ഏകോപനം വേണം, ഒരു മികച്ച നേതൃത്വം വേണം. അത് കൃത്യമായ ഒരു വിജയത്തിലേക്ക് എത്തി എന്നതിൻ്റെ സൂചന കൂടിയാണ്.